നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഏലിയ തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കി എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. തകർന്നു കിടക്കുന്ന ബലിപീഠം ഒന്ന് നേരെയാക്കുക. കുടുംബാംഗങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക, ആദ്യം ചെയ്യേണ്ടത് കുടുംബാംഗങ്ങൾ കുമ്പസാരിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കൊന്ന് പോവുക. ഞാൻ വലിയ സാമ്പത്തിക ബാധ്യതയിലുള്ള, എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു ഡിസംബർ 31 കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അടുത്ത വർഷമെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്, കടമില്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണം. ഞാൻ അവനോട് പറഞ്ഞു, നീ 1-ാം തീയതി മുതൽ എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകും. 1-ാം തീയതി മുതൽ അവ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. 1-ാമത്തെ ദിവസം എൻ്റെ കൂടെ കുർബാന അർപ്പിച്ചു. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പോയി. ഒക്ടോബർ മാസത്തിൽ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നത് കടമില്ലാത്തവനായിട്ടാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 9 മാസം കഴിയുമ്പോഴേക്കും അവൻ്റെ ജീവിതത്തിലെ ലക്ഷങ്ങളുടെ ബാധ്യത ദൈവം എടുത്തു മാറ്റി. അതെന്താ സംഭവിക്കുന്നത്? ബലിപീഠം പണിതു. ഇത്രയും നാൾ തകർന്നു കിടന്ന ആ ബന്ധം കർത്താവിൻ്റെ അടുത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ പോയി 3/4 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ കർത്താവിനെ ആരാധിച്ചു. ബലിപീഠം പണിതു. അവിടെ ആ വഴി തുറക്കപ്പെട്ടു. നമുക്ക് കുറുക്ക് വഴികളില്ല ഇതിനൊന്നും. നമ്മൾ പോയി എന്തെങ്കിലും ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം അങ്ങനെ ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി ബന്ധനങ്ങൾ പെരുകത്തേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കും, കർത്താവിന് വേണ്ടി സമയം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ബലിപീഠം പണിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പുണ്യം, നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യം ഔദാര്യമാണ്. ഔദാര്യം, ജനറോസിറ്റി, ഔദാര്യം. ഒഴിവാക്കേണ്ട പാപം എന്താണ്? ആർത്തിയാണ്. ആർത്തിയുടെ ഓപ്പോസിറ്റാണ് ഔദാര്യം. ആർത്തി എന്നാൽ നമുക്കെല്ലാം വേണമെന്നുള്ള ചിന്തയാണ് ആർത്തി. ഔദാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഔദാര്യം. ജനറോസിറ്റി പുണ്യം, ഗ്രീഡ് ഒഴിവാക്കേണ്ട പാപം. ഇനി ഇന്നത്തെ ടാസ്ക്, ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി, കരുണയോടെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും വ്യത്യാസപ്പെട്ട് ഔദാര്യത്തോടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുക. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഔദാര്യമുള്ള ഹൃദയത്തോടെ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കാതിരുന്നൊരു കാര്യം ഔദാര്യത്തോടെ ഒരാൾക്ക് ചെയ്തു കൊടുത്ത് പരിശീലിക്കുക. ഇനി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി മാറ്റണമേ. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി മാറ്റണമേ. മേക്ക് മൈ ഹാർട്ട് ആസ് ലാർജ് ആസ് യുവർ സേക്രഡ് ഹാർട്ട്. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ഹൃദയമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.